അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാൻ ഇട്ടത്. അത് കാദർ കരിപ്പൊടി എല്ലാരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് വീഡിയോക്ക് മുന്നിൽ വന്നിട്ടാ നോണ പറഞ്ഞത്. ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ 2-3 ദിവസങ്ങളായി ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സഫ മെഹനു കേസ്, അല്ലെങ്കിൽ ലല്ലു ബി ഫസ്മിന കേസ്, അല്ലെങ്കിൽ സഫ ലല്ലു കേസ്, അങ്ങനെ അല്ലെ മെഹനു ഫസ്മിന കേസ്. ഈ ഒരു കേസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഞാൻ അവസാനം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, വീഡിയോ കണ്ടിട്ടുണ്ടോ അറിയില്ല, കാണാത്തവരൊന്ന് പോയി കാണുക. അതിലും ഞാൻ ഡിസ്കസ് ചെയ്തത് ഫസ്മിന സഫയ്ക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സഫ സൈബർ സെല്ലിൽ കേസും കാര്യങ്ങളും കൊടുത്തു. അല്ലെങ്കിൽ ഇനി ഫസ്മിന എന്ന് പറയുന്ന വ്യക്തി സഫയുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ സഫ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഈ കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിൽ നമ്മുടെ സഫ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിൽ ഓഫ് കോഴ്സ് സഫ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് സ്വന്തം ജീവന്റെ പാതിയായിരുന്ന മെഹനൂനെ കുറിച്ചിട്ടാണ്. പണ്ട് റിഫേൻ ഇരുന്ന് കുറ്റം പറഞ്ഞ ആളാണ് സഫ. പണ്ട് ലല്ലുവിനെ മാറ്റി നിർത്തിയിട്ട് ഫസ്മിനേനെ ചേർത്ത് പിടിച്ച ആളാണ്. ഇപ്പൊ ഫസ്മിനേനെ മാറ്റി ലല്ലുവിനെ ചേർത്ത് പിടിക്കുന്ന ആളാണ്. പണ്ട് റിഫേനെ കുറ്റം പറഞ്ഞ് മെഹനൂനെ പിടിച്ചു, എന്നാൽ ഇപ്പൊ റിഫേനെ ചേർത്ത് പിടിച്ച് മെഹനൂനെ കുറ്റം പറഞ്ഞത്. ഡബിൾ സ്റ്റാൻഡ് അല്ല, ട്രിപ്പിൾ സ്റ്റാൻഡ് അല്ല, ഫോറബിൾ സ്റ്റാൻഡ് അല്ല, അതിലും കൂടുതൽ സ്റ്റാൻഡും അതിലും കൂടുതൽ തോണികളും ഒരേ സമയം ചവിട്ടി നീന്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സഫ. ആ സഫയുടെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മേ ബി എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞത്. സത്യമാണ്, ഇവരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഇരുന്ന് റിഫേനെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ ഇവർ റിഫേനെ സപ്പോർട്ട് ചെയ്യുന്നു. അന്ന് അവർ മെഹനൂനെ സപ്പോർട്ട് ചെയ്തു, ഇന്ന് അവർ മെഹനൂനെ കുറ്റം പറയുന്നു. പണ്ട് ഇവർ ഫസ്മിനേനെ സപ്പോർട്ട് ചെയ്തു, ഫസ്മിനേന്റെ ചാറ്റും സ്ക്രീൻഷോട്ടും ഞാൻ അപ്ലോഡ് ചെയ്ത. ഇപ്പോൾ അവർ ഫസ്മിനേനെ കുറ്റം പറയുന്നു. പണ്ട് ഫസ്മിനേന്റെ അടുത്ത് ലല്ലുവിന്റെ കുറ്റം പറഞ്ഞു, ഇപ്പോൾ അവർ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവർക്ക് എന്ത് സ്റ്റാൻഡാണ് ഉള്ളത്? എന്തായാലും സ്റ്റാൻഡില്ല ചേച്ചിയുടെ ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം കണ്ടത് എങ്ങനെയാണത്? ഇപ്പൊ എത്ര വർഷം? ഇപ്പൊ ഈ ഏപ്രിൽ 2 വർഷം ആവണം മാരേജ് കഴിഞ്ഞിട്ട്. മെഹനുവിന്റെ മുമ്പത്തെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ അറിയാലോ, അതൊക്കെ അറിഞ്ഞിട്ടല്ലേ കല്യാണം കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? മെഹനു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആയിട്ടുള്ള എന്തെങ്കിലും? അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവൾക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ഒരാളുടെ വാക്കല്ലേ കേൾക്കണുള്ളൂ, മരിച്ചാളുടെ വാക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നെങ്കിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. മരിച്ച ഒരാളെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാരും എന്നെ ചൂഷണം ചെയ്യുന്നത് അതന്നെ. നീ ഇപ്പൊ അനുഭവിച്ചത്, നീ അത്രയും മരിച്ച പെൺകുട്ടീനെ പറഞ്ഞില്ലേ, ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോ ശരിയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. ആദ്യം പെൺകുട്ടി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ തന്നെ ഓൺലൈനായിട്ട് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു മെഹനുവും റിഫയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. റിഫ എന്ന് പറയുന്ന പെൺകുട്ടി ദുബായിലുള്ള സ്വന്തം ഫ്ലാറ്റിലാണ് ആത്മഹത്യ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ പല ഡിസ്കഷൻ വന്നു, പല വോയിസുകൾ വന്നു, പല റെക്കോർഡിങ്ങുകൾ വന്നു. മെഹനു എന്ന് പറയുന്ന ഒരു വ്യക്തി 100% ഈ ക്രൈം ചെയ്തു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രൂഫ്സ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. ഈ വൈറൽ ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് സഫ നേരെ കയറിയിട്ട് മെഹനുവിനെ കല്യാണം കഴിച്ചത്. അതും ഇവർ ഫോണിൽ കൂടെ ചാറ്റ് ചെയ്തിട്ട് കമ്പനിയായി സെറ്റ് ആയതാണ്. അതിനി എന്ത് ചാറ്റിംഗ് ബന്ധാണെന്ന് അറിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സഫ ഓൾറെഡി വേറൊരു കല്യാണം കഴിച്ചതാണ്. അതെന്തോ ട്വിസ്റ്റ് മാറിയതിന് ശേഷമാണ് മെഹനുമായിട്ട് സെറ്റ് ആവുന്നത്. അപ്പം എന്നിട്ട് ഇവരിപ്പോൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരിച്ച റിഫേ ആയതുകൊണ്ട് റിഫേൻ്റെ സൈഡ് കേട്ടില്ല. എടോ, സോഷ്യൽ മീഡിയയിലും റിഫേൻ്റെ വീട്ടുകാരും റിഫേൻ്റെ മോനും കുടുംബക്കാരും എല്ലാവരും വന്നിട്ട് ഈ മെഹനുവിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 1% പോലും മെഹനുവിൽ സംശയം തോന്നിയില്ലേ? മിക്ക ഇൻ്റർവ്യൂസിലും മിക്ക യൂട്യൂബ് ചാനലിലും ഷോർട്ട് വീഡിയോസ് ആയിട്ടും നിങ്ങൾ വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരുന്ന് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അത് മരിച്ചുപോയ റിഫേനെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇപ്പം സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഇപ്പം അറ്റ്ലീസ്റ്റ് സഫ എന്ന് പറയുന്ന പെൺകുട്ടി ജീവനോടെ നിന്ന് പുറത്തു വന്ന് പറഞ്ഞ സമയത്ത് മെഹനുവിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ റിഫേന്റെ മരണത്തിലോട്ട് നയിച്ചിട്ടുള്ള കാര്യം മെഹനു ആണ് എന്ന് ഇപ്പം സംശയിക്കുന്നതിൽ, അല്ലെങ്കിൽ അന്ന് സംശയിച്ചതിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറയാൻ പറ്റുമോ? അതാണ് പറയുന്നത്. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിച്ചിട്ട് സംസാരിക്കണം. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം, ഭർത്താവിനെ ചേർത്ത് നിർത്തണം. അതാണല്ലോ ഒരു ഭാര്യയുടെ കർത്തവ്യം അല്ല ധർമ്മം എന്ന് പറയുന്നത്. എന്ന് കരുതി ചെയ്യുന്ന എല്ലാ തിണ്ടിത്തരത്തിനും തോന്നിവാസത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടതല്ല. ഇപ്പം ഈ അടുത്തൊരു പോക്സോ കേസിൽ പിടിച്ചിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കർ ഫിലിപ്പിന് ഓർമ്മല്ലേ? ഡിവോഴ്സായി കിടക്കുന്ന ഭാര്യയാണ് ഫിലിപ്പിന് സപ്പോർട്ടുമായിട്ട് മീഡിയൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്.
അപ്പം അതാ പറഞ്ഞു, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വേണ്ട കാര്യങ്ങൾക്ക്, വേണ്ടാത്ത കാര്യങ്ങൾക്കല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. സത്യം പറയാം, റിഫേന ചെയ്തതിനുള്ളതൊക്കെ സഫയ്ക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. റിഫേന പറഞ്ഞതിനൊക്കെ ഇന്ന് എണ്ണി എണ്ണി അനുഭവിക്കുകയാണ്. റിഫ അങ്ങനെയാണ് ഇങ്ങനെയാണ്, റിഫയ്ക്ക് വേറെ ബന്ധമുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞത്. അതിപ്പോൾ ആയില്ലേ, ലല്ലുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് മീഡിയ മുഴുവൻ ഡിസ്കഷൻ ആയില്ലേ. അതാ ഞാൻ പറയുന്നത്, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിച്ച് കൺഫേം ആക്കിയിട്ട് മാത്രം പറയാൻ ശ്രമിക്കുക. മറ്റൊരാളെ പറ്റി അപവാദങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ഇത് പറയുന്നത് കൊണ്ട് അയാളുടെ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ വളരെ വലുതാണ് എന്ന് ഓർക്കണം. അല്ല, നമ്മള് ഫസ്റ്റ് വാടക ഉണ്ടായി പടനക്കാട് അല്ലല്ല കാസർഗോഡ്. അവിടെ നിങ്ങൾ 3 പേരും മാത്രം, 2 പേര്. അപ്പൊ മെഹനുവിന്റെ ഫാമിലി കൂടെ ഇല്ല? ഇല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, വി ആർ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി മാൻ ഇട്ടത്. അത് കാദർ കരിപ്പൊടി എല്ലാരും വീഡിയോ ചെയ്തതാ. ആ സമയത്ത് ഞങ്ങൾ പിന്നെ ഒന്നിച്ചതിന് ശേഷം ഞാനും കൂടി വന്ന് മീഡിയക്ക് മുന്നിൽ വന്നിട്ടാ നോണ പറഞ്ഞത്. നമ്മ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് അവൻ പറഞ്ഞിട്ട് വന്നതാണോ? കാരണം വീട്ടിൽ വന്നിട്ട് മേനു സംസാരിച്ചിറങ്ങി പോയിട്ട് പറയാ, ഞാൻ മരിക്കും, ഞാൻ ഇന്നത് കഴിക്കും, ഞാൻ ട്രെയിനിൽ മുന്നിൽ നിൽക്കും, എന്നിട്ട് നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിട്ട് എന്റെ വീട്ടിൽ നിന്ന്. സോ ഇവിടെ എന്താണ് സഫ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ, ഈ അടുത്ത് മെഹനൂന്റെ എങ്ങാനും ഇൻസ്റ്റഗ്രാം പേജിൽ സഫയായിട്ടുള്ള ബന്ധം ഒഴിവാക്കി, ഇനി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനം വന്നിരുന്നു. അന്ന് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിനെ ഭയങ്കര ഓവറായിട്ട് അറിയില്ല. പക്ഷെ എന്നാലും കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഈ ടോപ്പിക് എടുത്ത് സംസാരിച്ചതറിയാം. എന്നാൽ ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞതിന് ശേഷം സഫ എന്ന് പറയുന്ന വ്യക്തി അവരുടെ യൂട്യൂബ് ചാനലിൽ സഫയും മെഹനും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു. അന്ന് തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, നിങ്ങൾ എന്താ ജനങ്ങളെ കോമാളിയാക്കാൻ നോക്കുകയാണോ എന്നാണ് പറഞ്ഞത്. കാരണം സ്റ്റോറിയിൽ ഒന്ന് ഇടുക, വീഡിയോയിൽ വന്ന് വേറെ ഒന്ന് പറയുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിനിവിടെ സഫ പറഞ്ഞിട്ടുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ശരിക്കും അന്ന് പറഞ്ഞിരുന്നു, ഞാൻ വീഡിയോക്കാരുടെ മുമ്പിൽ നുണ പറഞ്ഞതാണ് ആൻഡ് മെഹനു ഭീഷണിപ്പെടുത്തിയോണ്ടാണ്. ആദ്യത്തെ ഒരു കാര്യം, നാണല്ലേ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോട് നുണ പറയാൻ? നിങ്ങൾ അവരെ പൊട്ടന്മാരാക്കുക, അവരെ കളിപ്പിക്കുക, ഇതാണോ നിങ്ങളുടെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം? ആൻഡ് രണ്ടാമത്തെ സാധനം, ഭീഷണിയിൽ വീഴരുതടൂ. ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഫ്രണ്ടോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ കമ്മിറ്റ്മെൻറ്റും ലവും വേണം. കമ്മിറ്റ്മെൻറ്റും ലവും ഇല്ലാണ്ട് അയാളുടെ വാശിക്ക്, അയാളുടെ ഭീഷണിക്ക് വേണ്ടി ആ ബന്ധം നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അയാളും ഒരുപോലെ ഹാപ്പി ആവില്ല. മെഹനു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ രീതിയിൽ നിങ്ങൾ അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നേരെ സോഷ്യൽ മീഡിയയിൽ പോവുക. കാരണം കാദർ കരിപ്പൊടിയുടെ ചാനലിൽ മെഹനു നിങ്ങളോട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മെഹനു നിലത്ത് കടന്നിട്ടുള്ള എന്തോ ഒരു സാധനം നിങ്ങൾ കാദർ കരിപ്പൊടിക്ക് അയച്ചു കൊടുത്തത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഈ ഒരു സാധനം ലൈവായിട്ട് വീഡിയോ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുക, ഇയാൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട്, എന്നെ അതൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ബന്ധം ഒഴിവാക്കാൻ നോക്കുമ്പോൾ അയാൾ എന്നോട് ചെയ്യാമെന്ന് പറയാനുള്ള ബോൾഡ്നെസ് കാണിക്കണമായിരുന്നു. ആൻഡ് സഫ എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം ബോൾഡ്നെസ് ഉള്ള ആള് തന്നെയാണ്. ചിത്രത്തിൽ ലല്ലു എന്ന് പറഞ്ഞ ആളെങ്ങനെ എത്തി? ലല്ലു എന്ന് പറഞ്ഞ വ്യക്തി വരാനുള്ള കാരണം, എന്റെ ടാക്സി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഒരാൾക്ക് കൊടുത്തു, ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു, അയാള് കറക്റ്റിന് പേയ്മെന്റ് എനിക്ക് കിട്ടുന്നില്ല. ഒരു 7 ദിവസം കഴിയുമ്പോൾ പറയും പേയ്മെന്റ് ഇട്ടറിന് ആരും പറയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടിപ്പോയി, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാരണം പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്റെ കുറെ EMI കാര്യങ്ങളൊക്കെ തെറ്റി പുള്ളി കാരണം. അപ്പൊ എന്റെ GPS ഉണ്ട്, വണ്ടി എവിടെ നിൽക്കണേ എന്ന് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതിനുശേഷം അപ്പൊ എനിക്ക് ഫണ്ടിന് പെട്ടെന്നല്ല ആവശ്യം വന്നു. ആ സമയത്ത് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ഗ്രൂപ്പിൽ ഇട്ട സമയത്ത് കിട്ടിയതാണ് ഇവന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറയില്ല, മുഖം ഇങ്ങനെ പൊത്തണ ഒരു വീഡിയോയിൽ ഒരാളുണ്ടെന്ന്. അയാളാണ് വണ്ടി, നാജി എന്നാണ് പേര്, അവനാണ് ഇപ്പൊ എന്റെ വണ്ടി ഓടിക്കുന്നത്. ഓന്റെ ഫ്രണ്ടാണ് ഈ ലല്ലു. അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഇവൻ വരുമ്പോ ഇവന്റെ ബാഗിൽ ഈ നാജിന്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാഗിൽ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന്. അപ്പൊ അവനിക്ക് പുതിയ ഫ്ലാറ്റ് നോക്കണ വരെ അവനിക്ക് വേറെ എവിടെ വെക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്റെ റൂമിൽ ആ സാധനം വെച്ചത്. എന്റെ ഫ്ലാറ്റിൽ അവന്റെ ബാഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ലല്ലുവിന്റെ ടീഷർട്ട്, ലല്ലുവിന്റെ പ്രൂഫ്, ലൈസൻസ് കാര്യങ്ങള്, ഇത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവന്റെ ബാഗിലുണ്ടായിരുന്നു. അത് എങ്ങനെ അവന്റെ ബാഗിൽ എത്തിയെന്ന് അത് എനിക്കറിയില്ല. അത് അവരോട് രണ്ടാളടുത്ത് ചോദിച്ചാൽ അറിയുള്ളൂ. കാരണം ഫ്രണ്ട്സ് അല്ലേ, ഇപ്പൊ ചിലപ്പം വെച്ചിട്ടുണ്ടാവനും. അപ്പൊ ആ ഒരു സാധനമാണ് മാനുവിന് കിട്ടിയത്. എന്റെ ഡോറ് ലോക്ക് തല്ലി പൊട്ടിയ സമയത്ത് മാനുവിന് കിട്ടിയത്. സോ സഫ ചേച്ചി പറഞ്ഞ കഥ കേട്ടോ, മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. സഫ ചേച്ചി മെഹനുമായിട്ട് തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം വണ്ടി ഓട്ടത്തിന് കൊടുത്തിട്ടാണ് ജീവിച്ചിരുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. അപ്പോൾ വണ്ടി ഓട്ടത്തിന് കൊടുത്ത ആദ്യത്തെ ഡ്രൈവർ പൈസ കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് സഫ ചേച്ചീൻ്റെ ജീവിതത്തെ ഇത് കംപ്ലീറ്റ് ബാധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു ഡ്രൈവറെ കണ്ടെത്തി. ആ ഡ്രൈവറുടെ പേരാണ് നാജി എന്ന് പറയുന്ന ഡ്രൈവർ ലല്ലുവിടെ ഫ്രണ്ടായിരുന്നു.
നാജിക്ക് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നാജിയുടെ സാധനങ്ങളെല്ലാം സഫ ചേച്ചിയുടെ ഫ്ലാറ്റിലാണ് വെച്ചത്. പക്ഷേ നാജിയുടെ ബാഗിൻ്റെ ഉള്ളിൽ നാജിയുടെ സാധനമല്ല, ലല്ലുവിൻ്റെ സാധനങ്ങളാണ്. ലല്ലുവിൻ്റെ ടീഷർട്ട്, ലല്ലുവിൻ്റെ ഐഡൻറ്റി കാർഡ്, ലല്ലുവിൻ്റെ ഓൾ പ്രോപ്പർട്ടീസ്. അങ്ങനെയാണ് ലല്ലു ആ ഫ്ലാറ്റിൽ എത്തുന്നതും ലല്ലുവായിട്ട് ബന്ധമുണ്ടെന്ന് മെഹനു പറയുന്നതും അത് ഫസ്മിന സാക്കിർ ഏറ്റുപിടിക്കുന്നതും. കഥ കൊള്ളാം, കഥ സൂപ്പറാണ്. കേൾക്കുന്ന എല്ലാവർക്കും വിശ്വസനീയമായ ഒരു കഥയാണ്. സഫ ചേച്ചി പറഞ്ഞ കഥയിൽ 100% സത്യമുള്ളൊരു കഥയാണ്. ഈ കഥയിൽ എനിക്ക് പറയാനുള്ള കാര്യം, കഥകൾ എന്നും കഥയായി മാറാണ്ടിരിക്കട്ടെ, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഫസ്മിൻ ഇത് എന്തായാലും പൊട്ടിക്കും, 100% ഉറപ്പാണ്. ഫസ്മിൻ ഒരിക്കലും നോക്കിയിരിക്കില്ല. ഫസ്മിൻ ഇതിൻ്റെ റിയാലിറ്റി എന്തായാലും സോഷ്യൽ മീഡിയയിൽ പുറത്തോട്ട് കൊണ്ടുവരും. ചിലപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മുടെ സൈഡ് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാളിലും കൂടെ പ്ലാൻ ചെയ്ത് ഈ കഥ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. കഥയ്ക്ക് എന്തായാലും നല്ല ട്വിസ്റ്റും ടേണും റിയാലിറ്റിയും ഒക്കെ ഉണ്ട്. നല്ല ഒറിജിനാലിറ്റി ഉള്ള കഥയാണ്. കേൾക്കുന്ന വ്യക്തികളൊക്കെ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കഥയാണ്. കാരണം വീണ്ടും വീണ്ടും വിശ്വസിക്കാൻ ത്വരയുള്ള ഒരു കഥയും കൂടിയാണ്. എന്തായാലും കിടക്കട്ടെ. ഫസ്റ്റ് പാർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ ഫസ്മിനേൻ്റെയിൽ വരുന്നുണ്ട്. അപ്പോൾ കഥയുടെ ഒരു റിയൽ സ്റ്റോറി കിട്ടും. എങ്ങനെയാണ് നാജിയുടെ ബാഗിൽ ലല്ലുവിൻ്റെ ടീഷർട്ടും ലല്ലുവിൻ്റെ ഐഡൻറ്റിറ്റി പ്രൂഫും കിട്ടിയത്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ല നല്ല വെടിപ്പായൊരു തെളിവ് പുറത്തു വരും. അന്ന് നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഞാൻ ബാക്കി പറയാം. ഇന്റർവ്യൂവിൽ കുറേ ഭാഗങ്ങളുണ്ട്, കുറേ വെളുപ്പിക്കലുണ്ട്, കുറേ കറുപ്പിക്കലുണ്ട്. പിന്നെ സഫ ചേച്ചി ആയതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാൽ അടുത്ത ഇന്റർവ്യൂവിൽ വരുമ്പോൾ പറയും ഞാനും മെഹനും പ്രാങ്ക് ചെയ്തതാണ്, ഞാനും മെഹനും ഭയങ്കര ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഞാനും ലല്ലു ഇഷ്ടത്തിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ലല്ലു അല്ല മെഹനും അല്ല പുതിയ ഒരാൾ വരും. ഇതിനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം അവർ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാൻ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്ന ആളാണ് എന്ന്. കാരണം റിഫേനെ നോക്കി മെഹനുവിനെ പൊക്കിയടിച്ച ആളാണ്, ആൻഡ് ലല്ലുവിനെ താഴ്ത്തി ഫസ്മിനെ പൊക്കിയടിച്ച ആളാണ്. ഇപ്പം ലല്ലുവിനെ പിടിച്ച് ഫസ്മിനെ താഴ്ത്തി കെട്ടുന്നു. ഇപ്പം റിഫേനെ പിടിച്ചിട്ട് മെഹനുവിനെ താഴ്ത്തി ഒരു ഇവരെ സ്റ്റാൻഡ് എങ്ങനെയാണ്. അപ്പോൾ സ്റ്റാൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കഥ ഇങ്ങനെ മാറും, ട്വിസ്റ്റ് വരും, ടേൺ വരും. ചിലപ്പം നേരെ കുതിച്ച് താഴോട്ട് പോകും, നേരെ കുതിച്ച് മേലോട്ട് പോകും. ചിലപ്പോൾ നമ്മൾ ഈ ഒരു കഥ കേട്ടുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഇതിന് അഗെയിൻസ്റ്റ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് ബേസിക്കലി ഇവരെ സപ്പോർട്ട് ചെയ്യാത്തത്. ഫസ്റ്റ് തൊട്ടേ സത്യം പറയുന്ന ഒരാളാണ് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് തൊട്ടേ പറഞ്ഞ ഫുള്ള് നുണയാണ്. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ മാത്രം വന്ന് 100% സത്യം പറയൂ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ധാരണയില്ല. അതുകൊണ്ടാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സാധനത്തിൽ ഇവരൊരിക്കലും സപ്പോർട്ട് ചെയ്യാത്തത്. എന്തായാലും മുന്നോട്ട് പോട്ടെ. കഥകളിൽ ഇനിയും ട്വിസ്റ്റ് കാണുന്നുണ്ട്. എന്തായാലും ഫസ്മിനേൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞതുപോലെ നാജി ചേട്ടൻ്റെ ബാഗിലാണ് എല്ലാം കുടുങ്ങിയത്, അല്ലാണ്ട് വേറൊന്നുമല്ല. കേട്ടല്ലോ. ശാന്തി, സമാധാനം.